ഹലോ ഗൈസ്, ഇരുടാവാറായി. പക്ഷെ കുറെ ആയാലും നമ്മളിങ്ങനെ സംസാരിച്ചിട്ട്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയം കിട്ടാറില്ല. ബിക്കോസ് ഐ എം ബിസി ഗേൾ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ, അല്ലെങ്കിൽ കിട്ടാതെ കിട്ടുന്ന സംഭവം. അതായത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ചില ആൾക്കാർക്ക്, അതായത് ചില ആൾക്കാർക്ക് അറിയില്ല എങ്ങനെ അവരുടെ പൊസിഷൻ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതാണ് ഞാൻ ഈ കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല എന്ന് പറയുന്നത്. ഓക്കെ, ചില ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പൊസിഷൻസ് യൂസ് ചെയ്യാൻ അറിയില്ല. പക്ഷെ അവർ സ്വയം വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ഭയങ്കര സംഭവമാണ്. അവരുടെ താഴെയുള്ള ആൾക്കാരൊക്കെ എന്താണ് പറയുക, ഒന്നും അറിയാത്തവരാണ്. എന്നിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ സ്വയം സെൽഫ് ലേണിംഗ് ചെയ്യണം, അല്ലെങ്കിൽ സ്വയം ബെറ്റർ ആക്കണം എന്നുള്ള ഒരു സാധനവും അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർ സ്വയം ചിന്തിക്കുന്ന അവരെല്ലാം തികഞ്ഞവരാണ്, അവർ ഭയങ്കര സംഭവമാണെന്നാണല്ലോ. അപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞു തരുന്നത് പവറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ തേങ്ങ പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് ചീന്തി എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, നഗ്ന സത്യങ്ങളാണ്. ഇതെനിക്ക് വേറെ എവിടെയും പോയി പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ 2-3 പേരോടൊക്കെയല്ലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് കേൾക്കണം. നമ്മൾ പറഞ്ഞു വന്നത്, ചില ആളുകൾ അവരുടെ നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവർ വിചാരിക്കും ലൈക്ക് ആൾക്കാരെ കാണിക്കണം, അവരെക്കാൾ മുകളിലുള്ള ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യണം, തേങ്ങാക്കണം, മാങ്ങാക്കണം എന്നൊക്കെ. ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് പണി തന്നിട്ടല്ല നമ്മൾ ശരിക്കും നല്ലവരാവേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലത്ത് മറ്റുള്ളവർക്ക് പണി തന്നിട്ടും അല്ലെ, പണി കൊടുത്തിട്ടും ഇതൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് കയറി പോകുന്നത്. ഞാനങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്ന അത്രയും ചെറുപ്പത്തിലൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ തോന്നലാണ് ഇതൊക്കെ എന്ന്. പക്ഷേങ്കിൽ നമുക്ക് കൂടി ഈ സാധനം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് തോന്നുന്നതല്ല, ഇത് റിയൽ ആയിട്ടുള്ള സംഭവമാണെന്ന് മനസ്സിലാക്കണം. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കോർപ്പറേറ്റ് കമ്പനി എന്നൊക്കെ പറയുമ്പം ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നല്ലവരായ ആൾക്കാരും ഉണ്ടാവും, മോശമായ ആൾക്കാരുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മൾ കണ്ണിങ്ങായിരിക്കണം. പക്ഷെ എനിക്കെപ്പോഴും കണ്ണിങ്ങായിരിക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് ഇതൊന്നും ചിന്തിച്ചിരിക്കാനല്ല പണി. എന്തിനാണ് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് പണി തരാൻ എല്ലാവരും നോക്കുന്നത്? പണി തരാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പണിയല്ല, മറ്റേ പണി. മനസ്സിലായി? എന്തിനാണ് ബാക്കിലിട്ട് നമ്മളെ കുത്തണേ? ഈ ബാക്കിലിട്ട് കുത്തിയതിന് ശേഷം ഏറ്റവും വലിയ കോമ്പറ്റീഷനാ. ഇതേ ആൾക്കാർ തന്നെ വന്ന് അഭിനയിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ഗ്രോത്ത് അങ്ങനെയാണ്, നിങ്ങളെ തേങ്ങ മൺപിണ്ണാക്കാണെന്നൊക്കെ പറയും. ഇവർ തന്നെയാണ് നമ്മളെ കുത്തുന്നത്. ഇവർ തന്നെയാണ്. എനിക്ക് അറിയില്ല ഗൈസ്, എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എടുത്തോളൂ നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ നല്ലവരായിക്കോളൂ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരോട്? എന്തിനാണ്? ഇത്തരക്കാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആവാൻ കിട്ടുന്ന അവസരങ്ങൾ ഇവർ മുതലാക്കും എന്നുള്ളതാണ്. നിങ്ങൾ മുതലാക്കിക്കോളൂ. പക്ഷെ നമ്മൾ എന്തിനാണ് അതിനിടയിൽ ബലിയാടാക്കുന്നത്? നിങ്ങൾ മുതലാക്കൂ, നിങ്ങൾ വലിയ ആളായി മാറൂ, നിങ്ങൾ വലിയ ഫേമസ് ആവൂ, ആക്ടർ ആവൂ എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു 50% നമ്മൾ വല്ല ഫിലിമിൽ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ നല്ല പൈസ കിട്ടില്ലേ? ഇതിനെക്കാട്ടിലും അനുഭവിക്കുന്നുണ്ടാവും, ഐ നോ ദാറ്റ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അനുഭവമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. മറ്റുള്ളവരുടെ അനുഭവം നമുക്ക് വലുതാണോ? ഒരിക്കലല്ല. മറ്റുള്ളവരുടെ അനുഭവം നമ്മുടെ അനുഭവമല്ലേ നമുക്ക് ഏറ്റവും വലുതായിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? എന്താണ് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വക്ക് പൊട്ടിയത് കിട്ടുന്നത്? എനിക്കറിയാൻ പാടില്ല. ഞാൻ വിചാരിക്കും ഇന്ന് ഓക്കെ, ഇപ്രാവശ്യം ഓക്കെ, അടുത്ത പ്രാവശ്യം നല്ലത് കിട്ടായിരിക്കും. അടുത്ത പ്രാവശ്യം വക്ക് പൊട്ടിയത്. എന്താണ് കഥ? എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ? സെഷൻ നന്നായി ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ വച്ചിട്ട് പൊയ്ക്കൂടെ, നിർത്തി പൊയ്ക്കൂടെ? മേ ബി എനിക്ക് തോന്നുന്നു ഈ പൊസിഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുടെ വിചാരം വെറുതെ ഇരിക്കാമെന്നായിരിക്കും. അതുകൊണ്ടായിരിക്കാം അവർ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ എടുക്കണ്ടേ?